മൈക്ക് പോയി. റെക്കോർഡാ? റെക്കോർഡ് ചെയ്യാം. ഹലോ ഹബീബി, നമ്മളിന്ന് ഫിഷിംഗ് മൈക്ക് വെച്ചില്ല. മൈക്ക് വെക്കണല്ലേ? ഇത് വലിയ ചടങ്ങായി, കേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട്. സെനഗൈസർ സുഷേ, നമുക്ക് ഈ സെനഗൈസർ മൈക്ക് ഒന്ന് മാറ്റി പിടിക്കണം. മാറ്റിയൊക്കെ നമുക്ക്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായത്. നമുക്ക് ഉടൻ തന്നെ മാറ്റണം. ഇപ്പം തന്നെ പോയാലോ? ഇപ്പം തന്നെ മാറ്റിക്കാം. ഇത്ര പെട്ടെന്ന് മാറ്റണോ? ഇത്ര പെട്ടെന്ന് നമ്മൾ മാറ്റുക. അപ്പോൾ ഇന്ന് ഫിഷിംഗ് വേണ്ട, നമുക്കിത് അൺബോക്സിൽ വീഡിയോ ആക്കാം. ഓക്കെ ഹബീബി, അപ്പോൾ നമ്മൾ ഇതാ വാങ്ങിച്ച സാധനം. ഇതേ കണ്ട, ഹോളി ലാൻഡിലെ ഡാർക്ക് മാക്സ്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ കേബിളൊക്കെ കണക്ട് ചെയ്ത് നമ്മുടെ ഇരിക്കുന്ന സെനഗൈസറാണ്. അപ്പോൾ അതിങ്ങനെ കേബിളൊക്കെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ റിസീവർ എപ്പോഴും നമ്മൾ ക്യാമറ കണക്ട് ചെയ്യണം. ഇതിനാകുമ്പം ആ പ്രശ്നം വരുന്നില്ല. ഇതിനെന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഈ ട്രാൻസ്മിറ്ററിൽ തന്നെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ റിസീവർ അധികം ഉപയോഗിക്കേണ്ടി വരുന്നില്ല. എപ്പോഴും ക്യാമറ കണക്ട് ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് നേരെ ഇവിടെ വെക്കുക, റെക്കോർഡ് ബട്ടൺ ഇടുക, സംസാരിക്കുക. പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് അത് സിങ്ക് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഇത് വാങ്ങിക്കാൻ കാരണം. അതുപോലെ തന്നെ വേറൊരു കാര്യം, മറ്റേത് എപ്പോഴും നമ്മൾ ബാറ്ററി വാങ്ങിക്കണം. റീചാർജബിൾ ബാറ്ററിയോ അല്ലെങ്കിൽ അല്ലാതെ നോർമൽ AA ബാറ്ററിയോ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാകുമ്പം സി ടൈപ്പ് കേബിളാണ്, ചാർജ് ചെയ്താൽ മതി, നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല 22 hours ചാർജ് നിൽക്കുന്നതാണ് പറയുന്നത് കമ്പനി. നമ്മൾ ഉപയോഗിച്ച് നോക്കണം, ഉപയോഗിച്ച് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ 14 hours റെക്കോർഡിംഗ് ആണ് ഇതിനകത്തുള്ളത്. ഇൻറ്റേർണൽ റെക്കോർഡ് 14 hours ഉണ്ട്. 8 GB ആണ്, 8 GB സ്റ്റോറേജ് ഉണ്ട്. ഹോളി ലാൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നത്, അതായത് വീഡിയോ വയർലെസ്സുമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നല്ല ബ്രാൻഡാണ്, അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഇതെടുക്കാൻ കാരണം. DJയുടെ മൈക്കുണ്ട്, DJയുടെ പക്ഷേ നല്ല വിലയാണ്. അതുകൊണ്ട് നമ്മൾ ഹോളി ലാൻഡിലങ്ങ് ഒതുക്കി. അപ്പോൾ ഇത് നമുക്ക് തുറക്കാം. DJയുടെ സെയിം ബോക്സും DJ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവരും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 2 ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇതാണ് റിസീവർ. നമ്മൾ DJക്ക് വരുമ്പോൾ ഇതിന് ഇച്ചിരി കനക്കുറവാണ്, പക്ഷേ ഇതിന് ഇച്ചിരി വലിപ്പക്കൂടുതലാണ്. അപ്പോൾ നമുക്കിന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ? ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സുധീഷേ, വരും മോനെ, ഒന്ന് കണക്ട് ചെയ്തേ. അപ്പോൾ ഈ സ്പോട്ടിലേക്ക് നമ്മൾ കേബിളുകൾ കണക്ട് ചെയ്തിട്ട് മൊബൈലിലെങ്കിൽ മൊബൈൽ, ക്യാമറയിൽ കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് മാത്രം മതി. ഇതും വേണമെന്നില്ല കേട്ടോ, ഇതും വേണമെന്നില്ല. ഈ ട്രാൻസ്മിറ്ററിൽ മാത്രം റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ റിസീവറും വേണമെന്നില്ല. ഇതിൽ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റോറേജ് ആയിക്കോളും. ഇത് നമ്മൾ ക്യാമറയിലോ മൊബൈലിലോ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം മതി. ഇപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്ററിൽ റെക്കോർഡ് ചെയ്യാൻ മറന്നെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസീവർ എടുത്തിട്ട് ഈ റിസീവറിൽ തന്നെ നമുക്ക് റെക്കോർഡ് ഇടാം. ഇവിടെ ഞെക്കുക, കണ്ടില്ലേ? ഇത് റെക്കോർഡ് ബട്ടൺ, മ്യൂട്ട് ബട്ടൺ, പിന്നെ നോയിസ് ക്യാൻസലേഷൻ. നമുക്ക് ഇവിടെ ഇപ്പോൾ റെക്കോർഡാണ് ഓൾറെഡി കാണിച്ചിരിക്കുന്നത്, ആ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പിന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം 2 പേരുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇടാൻ മറന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ റിസീവർ എടുക്കുക, റെക്കോർഡ് കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പഴയ നിക്മേക്കിലാണ്, സെനഗൈസറിൻ്റെ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോളി ലാൻഡിലാണ്. ഓക്കെ സുധീഷേ, കണത്തി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് വെറുതെ സംസാരിച്ച് നോക്കിയാണ്, അതായത് എന്ത് പറയാനാണ്, വിശേഷങ്ങളൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഇത്. വിശേഷം വേറൊന്നും പറയാനുണ്ട്. നമ്മളെന്തായാലും മൈക്ക് ടെസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ ചാനലിൻ്റെ പേര് ഇന്ന് മുതലൊന്ന് മാറുകയാണ്. ഫിഷിംഗ് ഫ്രൈഡേ എന്നായിരുന്നു നമ്മുടെ ചാനൽ. ഒരു 3-4 വീഡിയോയ്ക്ക് മുമ്പ് നമ്മുടെ പേരൊന്ന് പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നുകൂടെ പേര് പറയാം. നാടുകാണി എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ ലോഗോ വിൻസനാണ് ഡിസൈൻ ചെയ്ത് തന്നത്. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഫിഷിംഗ് മാത്രമായിട്ട് ഒതുങ്ങാനൊന്നുമില്ലല്ലോ, നമ്മുടെ ഫിഷിംഗ് മാത്രമല്ല, നമുക്ക് കുറേ നാടുകൾ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള പേര് നാടുകാണി തന്നെയാണ്. അതായത് നാടുകൾ മൊത്തം കാണുന്നവൻ, നാടുകൾ കണ്ട് നടക്കുന്നവൻ. ആ പേരാണ് എനിക്ക് ഏറ്റവും ഉചിതമായിട്ട് തോന്നിയത്.
അതുകൊണ്ടാണ് നാടുകാണി എന്ന പേര് ഞാൻ സ്വീകരിച്ചത്. അപ്പോൾ നമ്മുടെ പുതിയ പേര് മറക്കണ്ട, നാടുകാണി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പുതിയ മൈക്കിലാണ് പറഞ്ഞത്. ഈ പുതിയ നാടുകാണിയുടെ കാര്യം മൊത്തം പറഞ്ഞത് പുതിയ മൈക്കിലാണ്, ഹോളിലാൻഡിൽ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. നമ്മൾ പുതിയ മൈക്ക് വാങ്ങിച്ചതിൻ്റെയും നമ്മുടെ പുതിയ ലോഗോയുടെയും വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, പുതിയ മൈക്കുമായിട്ടും പുതിയ ലോഗോയായിട്ടും. ബൈ.